ഹായ് സുന്ദരീസ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് മേക്കപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഹെയർ സ്റ്റൈലിൽ ഫസ്റ്റ് നമ്മൾ ഒലാപ്ലെക്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൂസ് എടുത്തിട്ട് നനഞ്ഞ മുടിയിൽ അപ്ലൈ ചെയ്യണതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ തൽക്കാലം എനിക്ക് കുളിക്കാൻ നേരമില്ലാത്ത കാരണം ഞാൻ അങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് പാർട്ട് ചെയ്യാം. മുടിയുടെ ഫ്രണ്ടിലത്തെ 2 വശം ഉണ്ടല്ലോ അതൊന്ന് മാറ്റുക. എന്നിട്ട് പിന്നിലേക്ക് ആക്കിയിട്ട് ഹെയർ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ഭാഗത്ത് നമുക്ക് ചോപ്സ്റ്റിക് കേളറില്ലേ അത് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ കേൾസ് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ചുരുട്ടി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ലൊരു ടെക്സ്ചർ ഉണ്ടാവും മുടിക്ക്. അത് തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഒന്നിങ്ങനെ ജസ്റ്റ് 2 ഭാഗത്ത് ആക്കി അതിനൊന്നിങ്ങനെ പിരിച്ച് പിന്നിലേക്ക് ആക്കിയിട്ട് ഇർക്ലി സ്ലൈഡ് വെക്കാവുന്നതാണ്. ഫ്രണ്ടിൽ കുറച്ച് മുടിയിട്ടാൽ നല്ലതായിരിക്കും. നമുക്ക് പിന്നീട് അതിനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി മാത്രം എടുത്ത് കേൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിലത്തെ മുടി ഒന്നില്ലെങ്കിൽ മെടഞ്ഞിടാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹെയർ ടൈ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് പുറത്തേക്ക് എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ചെറിയ മുടികളും കൂടി ഉള്ള കാരണം ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. മുകളിലത്തെ ഭാഗത്തും താഴത്തെ ഭാഗത്തും മാത്രം നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രിറ്റ്സ് ചെയ്തിട്ട് ഒന്ന് കാറ്റ് വെച്ചിട്ടൊന്ന് ഉണക്കിയിട്ട് പ്രൈമർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഓറഞ്ച് കറക്റ്ററും അതേപോലെ തന്നെ കൺസീലറും വെച്ച് മിക്സ് ചെയ്ത് എൻ്റേതായ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ കളർ കറക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വേണ്ട ഭാഗത്ത് മാത്രം കുറച്ച് കൺസീലർ, കുറച്ച് ബ്ലഷ്, കുറച്ച് കോണ്ടൂർ, അതേപോലെ കുറച്ച് മാത്രം ഹൈലൈറ്റർ ഇടുക. എന്നിട്ട് അച്ചരം പുച്ചരം നമ്മൾ ബ്ലെൻഡ് ചെയ്യാണ്ടിരിക്കുക. പകരം അതാത് ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫേസ് മേക്കപ്പ് മിനിമം പ്രോഡക്ട്സ്, അതായത് ലെയറിങ് അധികം ഇല്ലാണ്ട് വേണ്ട ഭാഗത്ത് വേണ്ട പ്രോഡക്ട്സ് മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ലൂസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക, കണ്ണെഴുതുക, ജസ്റ്റ് മുകളിലൊന്നിങ്ങനെ കറപറാന്ന് കുറച്ച് മാത്രം വരച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് പെൻ ലൈനർ വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. താഴത്തെ ഭാഗത്തും ചെറുതായിട്ട് മാത്രം കാജൽ എഴുതിയിട്ട് നമ്മൾ എഗെയിൻ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കുക, ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടില്ലേ അതൊന്ന് തട്ടിക്കളയുക, ലിപ്പ് ലൈൻ ചെയ്യുക, എന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇടുക. ഇതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് എന്താ എഗെയിൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഫാൻ വെച്ചിട്ടൊന്ന് നമ്മൾ ഉണക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സാരി, എൻ്റെ ദൈവമേ, സാരി ഫുള്ളിങ്ങനെ പ്രീപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും എനിക്കൊന്ന് ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ ഒത്തിരി സമയം എടുത്തു. എന്നാലും അവസാനം നമ്മൾ ഏകദേശം ഒന്ന് റെഡിയാക്കി ഉടുത്തിട്ടുണ്ട്. ജ്വല്ലറി ഒക്കെ ഇട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ച് ഓവർ ഡ്രസ്ഡ് ആയിരുന്നു, പക്ഷെ ഐ വാസ് സോ ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സംശയിച്ചു ഈ മേക്കപ്പ് ലുക്ക് ഇടണോ എന്ന് സംശയിച്ചു. പക്ഷെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഈ മേക്കപ്പ് ലുക്ക് സമർപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ബൈ.